ഹലോ, എന്തേ എല്ലാവരും? ഒരു വലിയ വ്ളോഗ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിയും പട്ടാളമായിട്ട് വന്നതും നടക്കില്ല. സോ ഒരു കുട്ടി വ്ളോഗിൽ അങ്ങ് ഒതുക്കി. ഡാനിമോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാട്ടോ. എല്ലാ ദിവസവും ഞാൻ അവന് മോർണിംഗ് റൊട്ടീനിൽ എഗ്ഗ് കൊടുക്കാറുണ്ട്. ഓരോ ഡേയും ഓരോ മെത്തേഡിൽ കുക്ക് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് മടുക്കുമല്ലോ. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എഗ്ഗ് കൊടുക്കുമ്പോൾ നല്ലതുപോലെ കുക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ബുൾസൈ ചെയ്താൽ കൊടുക്കുന്നതെങ്കിലും 2 സൈഡും കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബുൾസൈ കൊടുക്കുമ്പോൾ അവന് എഗ്ഗൊക്കെ ഒത്തിരി കട്ടിയായിപ്പോയാൽ അവനത് കഴിക്കില്ല, അത് മാറ്റി വെക്കും. സോ ഞാൻ ബുൾസൈ ചെയ്യുന്ന ടൈമിലൊരു ഹാഫ് കുക്ക് ചെയ്ത് കൊടുക്കും, എങ്കിലും മാക്സിമം കുക്ക് ചെയ്യാറുണ്ട്. ഇന്ന് കോക്കനട്ട് ഓയിലാട്ടോ. കോക്കനട്ട് ഓയിലോ ബട്ടറോ നെയ്യിലോ ആണ് ഞാൻ അവന് കൊടുക്കാറുള്ളത്. ഇന്ന് ഇച്ചിരി എണ്ണ എൻ്റെ നിന്ന് അധികമായിപ്പോയി. ബോർഡിൽ നിറയെ എണ്ണ ഫില്ലിങ് ഉണ്ടായിരുന്നു. സോ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. പിന്നെ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ പൊളയത്തോട് മാർക്കറ്റിൽ നിന്ന്. അതിനകത്ത് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത ബീഫിൽ നോർമലി നമ്മളെല്ലാവരും ഇടുന്ന മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് എനിക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇതിനിടയ്ക്ക് ഡാനി ഒരു 100 ടൈംസ് കിച്ചണിൽ വരും. എന്തെങ്കിലും ഫ്രിഡ്ജ് തുറന്നെടുത്തുകൊണ്ട് അപ്പം തന്നെ എസ്കേപ്പ് ആവും. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണാനേ ഇല്ല കേട്ടോ, അത്രയ്ക്ക് ഫാസ്റ്റാണ്. സോ ഞാനിപ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലതുപോലെ വാഷ് ചെയ്തിട്ടേ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അവനെടുത്ത് കടിച്ച് തിന്നും. ആപ്പിളും ടൊമാറ്റോയാണ് അവൻ്റെ സ്ഥിരം ഇര. അതിനിപ്പോൾ അവൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ടാലും അവനതെടുത്ത് കഴിക്കും. എന്താണെന്നറിയത്തില്ല. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണമുള്ള കറിവേപ്പിലായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞി തൈൽ പിടിച്ച് നിന്നതാട്ടോ. പിന്നെ ഇതെൻ്റെ കിച്ചൺ ഷെൽഫാട്ടോ. ഇവിടെയാണ് ഞാൻ എൻ്റെ പൊടി ഐറ്റംസൊക്കെ സൂക്ഷിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഉമ്മയില്ലെങ്കിൽ മിക്കപ്പോഴും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ്. അതിലെന്തോ ചിയാ സീഡ്, പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ബദാം, കാഷ്യൂനട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് ഡ്രൈ ഗ്രേപ്പൊക്കെ ഇട്ടൊരു ഓട്സ്. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു ടൈം ആവും സ്കൂളില്ലാത്ത ടൈമിൽ. അപ്പോൾ ഞങ്ങൾക്കത് ധാരാളം. പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഉള്ളിയൊക്കെ തൊലിച്ച് നേരെ വന്ന് ബീഫ് കറി ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. കറിയല്ല, ഒരു ഡ്രൈ അല്ലാത്തൊരു റോസ്റ്റ്. പിന്നെ അത് ഏകദേശം സെറ്റായി വരുന്ന ടൈമിൽ തന്നെ എനിക്ക് കിച്ചണിൽ വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എൻ്റെ കുട്ടിപ്പട്ടാളം ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൂടെയൊക്കെ ഓടുമ്പോൾ നമ്മൾ സ്കിപ്പായി പോവും. മല്ലിയിൽ ആക്ച്വലി എനിക്ക് ഒന്നിലും ഇടുന്ന ഇഷ്ടമല്ല, രസത്തിലല്ലാണ്ട്. പക്ഷെ ഞാൻ അന്നൊരു എക്സ്പെരിമെൻ്റ് എന്നോണം ഇട്ടു, എനിക്കത് ഇഷ്ടമായി. അങ്ങനെ ഒരൊറ്റ കറിയിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം. പിന്നെ ചൂട് സമയത്ത് നിങ്ങൾ അമ്മയും പെങ്ങന്മാരെയൊക്കെ നിങ്ങൾ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ.